RRT സംഘത്തിന്റെ കാവലിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന അധികം വിദ്യാർത്ഥികൾ സംസ്ഥാനത്ത് ഉണ്ടാകാറില്ല. എന്നാൽ മൂന്നാർ ഗൂഡാർവിള സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഈ പരീക്ഷാകാലത്ത് മൂന്നാർ RRT സംഘം കാവലാണ്. പടയപ്പയടക്കം ഒരുപറ്റം കാട്ടാനകൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നതാണ് ആശങ്കയുടെ അടിസ്ഥാനം. സ്കൂളിന് മാത്രമല്ല സ്ട്രോങ് റൂമിൽ നിന്നും ചോദ്യപേപ്പറുമായുള്ള യാത്രയ്ക്കും RRTയുടെ കാവലുണ്ട്. ആനപ്പേടിയിൽ പരീക്ഷ എഴുതേണ്ടുന്ന ഗതികേടിലാണ് മൂന്നാർ ഗൂഡാർവിള സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. പടയപ്പയടക്കം ഒരുപറ്റം കാട്ടാനകൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇതാണ് അവസ്ഥ. ഈ സാഹചര്യത്തിലാണ് ആനപ്പേടിയില്ലാതെ പരീക്ഷ എഴുതുവാൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മൂന്നാർ RRT സംഘം കാവലായിട്ടുള്ളത്. ഈ പ്രദേശത്ത് തന്നെ പടയപ്പ എന്ന് പറഞ്ഞൊരു ആന ഉണ്ട്, കൊമ്പും പിന്നെ കൂടാതെ ഒരു 6 ആന കൂട്ടവും ചേർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ RRT ഈ പരീക്ഷ തീരുന്നവരെ തന്നെ തുടർന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആന ഇപ്പോൾ മതപ്പാടിൻ്റെ സീസൺ ആയതുകൊണ്ട് ആ ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതലും കെയർ ചെയ്ത് നിൽക്കുന്നത്. വിദ്യാലയത്തിനുള്ളിൽ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ പുറത്ത് ജാഗ്രതയോടെ RRT സംഘം കാവൽ നിൽക്കും. ആനകൾ സ്കൂൾ പരിസരത്ത് എവിടെയെങ്കിലും എത്തുന്നുണ്ടോ എന്ന് RRT സംഘാംഗങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. സ്കൂളിന് മാത്രമല്ല സ്ട്രോങ് റൂമിൽ നിന്നും 10ാം ക്ലാസ് പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറുമായുള്ള യാത്രയ്ക്കും RRTയുടെ കാവലുണ്ട്. ഈ പ്രദേശത്ത് കാട്ടാന സ്ഥിരമായിട്ട് ഒരു 2 ആഴ്ചയായിട്ട് ഉള്ളതുകൊണ്ട് നമ്മളുടെ ഫോറസ്റ്റിൻ്റെ സേവനം RRTയുടെ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ രാവിലെ മൂന്നാർ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ 6 ആകുമ്പോൾ എടുത്ത് സ്കൂളിൽ എത്തിക്കുകയും തുടർന്ന് ഈ പിള്ളേർ പരീക്ഷ എഴുതി തീരുന്നവരെ സ്കൂൾ പരിസരത്ത് തന്നെ നമ്മൾ ക്യാമ്പ് ചെയ്ത് കാട്ടാന വല്ലതും ഉണ്ടോ എന്ന് നിരീക്ഷിക്കുകയും അങ്ങനെ കാട്ടാന ഉണ്ടെങ്കിൽ അത് ഓടിച്ച് ഈ പിള്ളേർക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിക്ക് കൊണ്ടുപോകാനാണ് RRT ടീം ഇവിടെ നിൽക്കുന്നത്. കാട്ടാനകൾ സ്കൂൾ പരിസരത്തേക്ക് എത്തിയാൽ തുരത്താൻ വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെയും സംഘം കയ്യിൽ കരുതിയിട്ടുണ്ട്. അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാലയത്തിൽ നിന്ന് പോയി കഴിഞ്ഞാലും RRT സംഘത്തിന്റെ ദൗത്യം അവസാനിക്കുന്നില്ല. വേനൽ കനത്ത് കാട്ടാനശല്യം രൂക്ഷമായത് മുതൽ മൂന്നാറിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള RRT സംഘം കാട്ടാനകളെ തുരത്താനുള്ള നിർത്താതെയുള്ള ഓട്ടത്തിലാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.